ഹായ് ഫ്രണ്ട്സ്, വന്ദേ ഭാരതിൽ കയറാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടായ ഒരു ട്രിപ്പാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ 8:30 നമ്മുടെ ട്രെയിന്. പക്ഷെ അത് ലേറ്റായി, 9 മണിയൊക്കെ ആയി എത്തിയപ്പോൾ. അങ്ങനെ നമ്മൾ നേരെ പോകുന്നു കാസർഗോഡിലേക്ക്. കാസർഗോഡ് എത്തിയ ശേഷം നമ്മൾ അവിടുന്ന് ഓട്ടോയിൽ പോകാൻ വേണ്ടിയിട്ട് ഈ സ്റ്റേഷൻ തന്നെ ഒരു ടിക്കറ്റൊക്കെ എടുക്കണം. അങ്ങനെ ആ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൗണിലുള്ള ഒരു ഹോട്ടലിലേക്ക് പോയി. അവിടെ നിന്നിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് ടൈം ഉള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും ഓട്ടോ കയറിയിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു മാലിക് ദിനാർ മസ്ജിദ് എന്ന് പറഞ്ഞ മോസ്ക് ഉണ്ട്. നമ്മൾ അവിടെ പോയിട്ട് പിന്നെ ഉച്ചക്ക് നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് നേരെ എന്ത് ചെയ്തു, വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. കാരണം നമ്മുടെ മെയിൻ എയിം എന്താ, വന്ദേ ഭാരത് ആണല്ലോ. 2:00 നമ്മുടെ വന്ദേ ഭാരത് കാസർഗോഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഴിക്കോടാണ് നമുക്ക് ഇറങ്ങേണ്ടത്, അത് നമ്മുടെ 2ാമത്തെ സ്റ്റോപ്പാണ്. അപ്പോൾ അങ്ങനെ വന്ദേ ഭാരത് ഇവിടെ കാത്തു നിൽക്കുന്ന കറക്റ്റ് ഒരു 2:25 ആകുമ്പോൾ ഇത് തുറക്കുള്ളൂ. നമ്മൾ കയറിയ സമയത്ത് അതിൻ്റെ ഉള്ളിൽ ആരുമില്ല, ആൾക്കാർ വന്ന് തുടങ്ങണേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണുള്ളത്. അപ്പം ഞാൻ നേരെ എന്നിട്ട് പിന്നെ ബാത്റൂം പോയി. കാരണം ട്രെയിനിൻ്റെ ബാത്റൂം എങ്ങനെയാണെന്ന് അറിയാലോ, പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ, ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാൻ അതും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബാത്റൂം ആദ്യമായിട്ടാണ് ഞാൻ ട്രെയിനിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണുന്നത്. ആൻഡ് ഭയങ്കര വലിയൊരു മിററും. അപ്പോൾ അതും കൂടി വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതിൻ്റെ എല്ലാ ഡോറുകളും ഓട്ടോമാറ്റിക്കാണ്. ഇത് അവിടെ നിന്ന് കാണാൻ പറ്റും. അവിടെ ട്രെയിൻ ഓപ്പറേറ്റിംഗ് ചെയ്യുന്ന കോ പൈലറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. കോ പൈലറ്റോ അതോ ലോക്കോ പൈലറ്റോ? അത് ലോക്കോ പൈലറ്റാണ്, അത് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടെ നമുക്ക് ഫുഡൊക്കെ തന്നെ. അങ്ങനെ കറക്റ്റ് തന്നെ നമ്മൾ ട്രെയിൻ എടുത്തിട്ടോ കാസർഗോഡ് നിന്ന്, ഒരു ഡിലേയും ഇല്ല. കാസർഗോഡ് നിന്ന് ഇതെടുത്തിട്ട് നമുക്ക് 2 മണിക്കൂർ കൊണ്ട് നമ്മൾ കോഴിക്കോട് എത്തും. അപ്പോൾ ട്രെയിനിൽ നിന്ന് ഇവർ മെട്രോയിൽ വിളിച്ച് പറയുന്ന അതേപോലെ ഇങ്ങനെ സ്വാഗതം അങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാസർഗോഡ് നിന്ന് കയറിയ ആൾക്കാർക്ക് കണ്ണൂരിൽ നിന്ന് ഫുഡ് കിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഈവനിങ് സ്നാക്സ് കിട്ടി. ഒരു പരിപ്പ് വട, എനിക്ക് പരിപ്പ് വട കിട്ടിയത്, ഉമ്മാക്കും ഉപ്പാക്കും ഉഴുന്നുവട കിട്ടി, എനിക്ക് പരിപ്പ് വട കിട്ടി. പിന്നെ ഇത് ഈ പൊരിച്ച അവല് ഒക്കെ കൂടി മിക്സ്ഡ് ആക്കിയിട്ടുള്ളൊരു സംഭവമാണ്. ആൻഡ് നമ്മൾ കടലമിഠായി അതും വലിയൊരു പാക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇൻസ്റ്റൻറ്റ് കോഫി, അതിൽ ഷുഗറും പിന്നെ പാൽപ്പൊടി എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള 3 in 1. പിന്നെ ഒരു ക്രീം കേക്കും. അതിനുശേഷം ഈ കോഫിക്ക് വേണ്ടിയിട്ട് ഇവർ ചൂടുവെള്ളം കൊണ്ടുവരും കേട്ടോ. അതുകൊണ്ട് ഞാനത് ഫുള്ള് ഇട്ടിട്ട് കലക്കി, പഞ്ചസാര കുറച്ച് കുറവാണ് പക്ഷെ കുഴപ്പമില്ല, ആണത് കുടിച്ച്. എന്നിട്ട് കറക്റ്റ് 4:30 ആയപ്പോൾ റെയിൽവേ സ്റ്റേഷൻ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ട്രെയിൻ ഉണ്ട്, അതൊരു 5:30 കോഴിക്കോട് ടു തിരൂർ. ആ ട്രെയിന് ഒരു ഇത്തിരി ലേറ്റായി, ബട്ട് കുഴപ്പമില്ലായിരുന്നു. അത് എന്നിട്ട് കറക്റ്റ് 1 മണിക്കൂർ കൊണ്ട് നമ്മൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ നമ്മളുടെ ഒരു 1 day ട്രിപ്പ് ഫോർ വന്ദേ ഭാരത്